ആദ്യം ഇട്ട വീഡിയോക്ക് 1.4K, രണ്ടാമത് ഇട്ട വീഡിയോക്ക് 1K. ആരാധകരാ ഇവരുടെ അവരെ ഇഷ്ടപ്പെട്ട് കാണുന്നവരാണോ അതോ അവര് വിമർശിക്കാൻ വേണ്ടി കാണുന്നവരാണോ? എന്ത് വിമർശിക്കാൻ? ഇതിനിടയിൽ കൂടെ കുറെ കമന്റ് ഞാൻ കണ്ടായിരുന്നു. നീ എന്തിനാണ് ചെറുക്ക അവരുടെ കാര്യത്തിൽ ഇടപെടുന്നത്? കണ്ടന്റ് വേണ്ടേ, എന്തെങ്കിലുമൊക്കെ വീഡിയോ ഒക്കെ ഇടണ്ടേ? എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ എന്തൊക്കെ കമന്റ് അയച്ചാലും നമുക്ക് നമ്മുടെ പരിപാടി ഇവിടെ ആക്കത്തില്ലല്ലോ. അതുകൊണ്ട് തന്നെ ആർക്കും വേണ്ടാത്ത യൂട്യൂബ് സബ് ചെയ്യാത്തവർ ഇപ്പൊ തന്നെ സബിലും ചെയ്ത് ബെല്ലിലും ഞെക്കി ലൈക്ക് അടിച്ചവര്. ഇല്ലാത്തവന്മാരൊക്കെ ഞാൻ അവിടെ വന്നിട്ട് എന്തായാലും നമ്മൾ പിന്നെ നമ്മുടെ രേണു സുധിയെ റോസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് കുറെ വ്യൂ രേണു ചേച്ചി തന്നതാ. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അങ്ങനെ മറന്നു കളയാൻ പറ്റുമോ? പറ്റത്തില്ല. അതുകൊണ്ട് അധികം പറഞ്ഞ് ഞാൻ ബോറാക്കുന്നതിനൊക്കെ ഫസ്റ്റ് വീഡിയോ തന്നെ പ്ലേ ചെയ്യാം. ഫസ്റ്റ് വീഡിയോ. ഇല്ല അങ്ങോട്ട് ഞാൻ പോകുന്നില്ല, കാരണം ചില്ലറക്കാരനല്ല നിക്കുന്നേ. അതുകൊണ്ട് ഈ വീഡിയോ വേണ്ട, സ്കിപ്പ്. ദാസേട്ടനെ വിട്ടൊരു കളിയില്ല, കാരണം കുറെ തെറിവിളി എന്നെ കേൾപ്പിച്ചതാ. ഇനി രണ്ടാമത്തെ വീഡിയോ. ഈ കമന്റ് അടിച്ചിരിക്കുന്നവര് മുഴുവൻ രേണുസുതിയെ പൊക്കി തോളത്ത് വെച്ചിരിക്കുക. ഇപ്പൊ വലിച്ചവര് ചാണകക്കുഴിയിലേക്ക് എറിയും. ഒരു അടിക്കുള്ള കോള് കാണുന്നുണ്ട്. മിക്കവാറും അവൾ അടി കിടക്കും. ബ്രൂസ്റ്റിയെ പോലെ രേണു ചേച്ചി ചാടി ചവിട്ടും. രേണുവിന് ഹോട്ട് സീറ്റ് പേടിയല്ലേ? ശരിക്കും വിയർത്തല്ലോ, നല്ല പോലെ പേടിച്ചല്ലോ. അഭിനയമല്ലേ? എനിക്ക് പേടിയൊന്നുമില്ല. രേണു ചേച്ചിക്ക് പേടിയാ, അടുത്തൂടെ പോലും പോയിട്ടില്ല. എന്നിട്ട് ബുദ്ധി തൊട്ട് തീണ്ടിയിട്ടില്ല. എന്തായാലും മിക്കവാറും ഇത് പരസ്യത്തിന് വേണ്ടി ചെയ്തതായിരിക്കും. ഇനി ഇത് കണ്ട് രേണു ചേച്ചി ചോദ്യം ചോദിക്കുമെന്ന് എല്ലാവർക്കും അറിയണം. അത്രയേ ഉള്ളൂ. ഫുൾ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അറിയാം, അതിനകത്ത് ഒന്നും നടന്നിട്ടില്ല അതിനകത്ത്. ഇനി മൂന്നാമത്തെ വീഡിയോ. അതിന് മുമ്പ് ആദ്യം പറഞ്ഞോട്ട് സബിലും ഞെക്കി വലിയ ഞെക്കിയാലേ. എന്നെ എന്തിനാടാ ഇത്രയും നേരമായിട്ട് പറയിപ്പിക്കുന്നേ? ഞെക്കിക്കൂടെ? കാശൊന്നും പോകത്തില്ലല്ലേ. മാറി വരുന്നുണ്ട്. കാര്യം മീൻസ് ഒരു നെഗറ്റീവ് ഇപ്പൊ നെഗറ്റീവ് കമന്റ്സ് മാറി പയ്യെ പോസിറ്റീവിലേക്ക് വരുന്നുണ്ട്. ശ്രദ്ധിച്ചിരുന്നോ? പിന്നെ ആരും ശ്രദ്ധിച്ചില്ലെങ്കിൽ ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. എന്ത് പറ്റിയോ? ജനങ്ങൾക്ക് മൊത്തം ഭ്രാന്തായതാണ്, എനിക്ക് ഭ്രാന്തായത് എനിക്കറിയത്തില്ല. ഓ, ഒന്നും അറിയാത്ത കൂട്ട് നിങ്ങൾക്കല്ലേ ഭ്രാന്ത്. എന്ത് സംഭവിച്ചെന്ന് എനിക്കറിയത്തില്ല. ആൾക്കാർക്ക് വല്ല ലോട്ടറി അടിച്ചിരുന്ന സമയത്തായിരിക്കും ഇങ്ങനെ ടൈപ്പ് ചെയ്തെന്ന് തോന്നുന്നു. ഒരു ബോധമുണ്ട് കേട്ടോ ചേച്ചിക്ക്. ബോധമില്ലെന്നൊന്നും പറയാക്കത്തില്ല, ഇല്ലെങ്കിൽ ഇത് കണ്ടുപിടിക്കുകയോ. എന്തായാലും ഇങ്ങനെയുള്ള ഇന്റർവ്യൂക്കാരാണ് രേണു ചേച്ചിയുടെ പ്രചോദനം. മുന്നോട്ട് രേണു ചേച്ചിക്ക് വിവരക്കേടി ചെയ്യാൻ വേണ്ടി പ്രചോദനം നൽകുന്നത് ഇങ്ങനെയുള്ള ഇന്റർവ്യൂക്കാരാണ്. എന്തായാലും അടുത്ത വീഡിയോ നമുക്കൊന്ന് നോക്കാം. സത്യം പറഞ്ഞ ഇത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച് വലിയ ഏഷ്യൻ പെയിന്റ്സിന്റെ പരസ്യമാണ്. പക്ഷെ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കേട്ടപ്പോഴാണ് മനസ്സിലായത് 2 കൺട്രീസ് സിനിമ റീഷൂട്ട് ചെയ്യാൻ നോക്കിയത്. എനിക്ക് നല്ല ഇതായിരുന്നു. ഇന്ന് രാവിലെ റീലിട്ടതിന് ഒരു കമന്റ് ഉണ്ട്. സച്ചിൻ സ്റ്റീഫൻ അവൻ എപ്പോഴും കമന്റ്, മുട്ടയിൽ നിന്ന് വിരിഞ്ഞിറങ്ങി ഓന്തിന്റെ കുഞ്ഞ്. ഞാൻ പറഞ്ഞു നീയല്ലേ എന്റെ കൂടെ മുട്ടയിൽ നിന്നും ഇരട്ട പെറ്റ് വന്ന എന്റെ ഓന്തച്ചൻ. എന്തായാലും വിവരമുള്ളവനാണ് ഇതിന് കമന്റ് ഇട്ടത്. ഇല്ലെങ്കിൽ അവൻ ഇത്ര കറക്റ്റായിട്ട് കണ്ടുപിടിക്കുകയോ? ഒരിക്കലുമില്ല. അതിന് അവര് റിപ്ലൈ കൊടുത്തതോ നീയല്ലേ എന്റെ കൂടെ മുട്ടയിൽ നിന്നും ഇരട്ട പെറ്റ് വന്ന എന്റെ ഓന്തച്ചൻ. എന്തൊരു കോമഡി. അയ്യോ, ഈ കോമഡിയെ കാണുമ്പോൾ കമന്റ് ഇട്ടവൻ കേട്ട് കഴിഞ്ഞാൽ അവൻ ഫോണ് എറിഞ്ഞു പൊട്ടിച്ചെടുത്ത് കിണച്ചിൽ വിട്ടിട്ട് അവൻ നാട് വിട്ടുപോകും. രേണു ചേച്ചിയോട് എനിക്ക് പറയാനുള്ളത്, ഇങ്ങനൊന്നും ആർക്കും കമന്റ് അയക്കരുത്. എന്തിനാ ഇങ്ങനെ അവരെ അങ്ങനെ ദ്രോഹിക്കുന്നു നിങ്ങൾ? ഈ ഇതേ കൂട്ടത്തെ കമന്റ് വല്ലതും അയച്ചു കഴിഞ്ഞാൽ അവർ ഡിപ്രഷനിലോട്ട് പോകും. അവര് തീർത്തും നമുക്കൊന്നും പറയാക്കത്തില്ല. രേണു ചേച്ചിക്ക് ഇപ്പം മസ്കറ്റിലോട്ട് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയെന്ന് ഞാൻ ഒരു വീഡിയോ കണ്ടായിരുന്നു. അവിടോട്ട് പോയി കഴിഞ്ഞാൽ പാസ്പോർട്ട് കാണാതെ പോയായിരുന്നെങ്കിൽ. എന്തായാലും നീ അവരെ സപ്പോർട്ട് ചെയ്താൽ കാണും. എൻ്റെ ഈ കമന്റ് ഇട്ട് കഴിഞ്ഞാൽ നിന്നെയൊക്കെ ഞാൻ ഇതിന് ഞാൻ എന്തോ റിപ്ലൈ കൊടുക്കാനാ? നയൻതാരയോട് എനിക്കൊന്നേ പറയാനുള്ളൂ, നിങ്ങളുടെ കാലം കഴിഞ്ഞേ. ഇനി രേണു വേഴ്സ്. എപ്പോഴെങ്കിലും ചേച്ചി ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടായിരിക്കും എനിക്ക് ഇത്ര മാത്രം നെഗറ്റീവ് കമന്റ്സ് വരുന്നത്? അഴിഞ്ഞാടുക, പിന്നെ എന്നെ കാണാൻ കൊള്ളത്തില്ലാത്തതുകൊണ്ടായിരിക്കണം അവരിങ്ങനെയാണെന്ന് പറയുന്നത്. അതിനൊന്നും നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല. അവരുടെ ജീവിതം അവർക്ക് ഇഷ്ടമുള്ള കൂട്ടം നടക്കാം. പക്ഷെ ഇത് ഇച്ചിരി കടുപ്പം അല്ലയോ?
ഇതെന്തിനാ പറഞ്ഞത് ഞാൻ പറയാം. എല്ലാരും ആ വീഡിയോയുടെ കമന്റിൽ പോയി പറ. അയ്യോ ചേച്ചി അങ്ങനെയൊന്നും ഒരു കാര്യമില്ല ചേച്ചി. അങ്ങനെയൊക്കെ അവിടെ കിടക്കും, നമ്മള് കയറി പോണം. എന്തായാലും ഇന്നത്തേക്ക് ഇത്ര മതി. ഇത്ര നമ്മൾ റിയാക്ഷൻ ചെയ്യുന്നുള്ളൂ. ഇനി ഇതിന്റെ റിയാക്ഷൻ വീഡിയോ വേണമെങ്കിൽ കമന്റ് ചെയ്താൽ മതി. ഒരു കമന്റ് വന്നാൽ മതി, പിന്നെ ചെയ്യുക. പിന്നെ സബിൽ ഞെക്കി ബെല്ലിൽ ഞെക്കിയാൽ ചുമ്മാ ഒന്ന് കമന്റ് അയച്ച് നോക്കത്തില്ല. പിന്നെ ലൈക്കും കൊടുത്തേരെ, അപ്പം കമന്റ് വെച്ചേരെ. ഇനി ഇതിന്റെ പാർട്ട് വീഡിയോ നേരത്തെ ഇട്ട് കാണണമെങ്കിൽ ഇവിടെ ഉള്ള വീഡിയോസിൽ പൊക്കോ. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ. പിന്നെ പറയാൻ മറന്നു, ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തേരെ.